എല്ലാവർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് റോബ്ലോക്സ് തന്നെയാണ്, പക്ഷേ 99 Nights in the Forest അല്ല. അപ്പോൾ നമുക്ക് ഈ ഗെയിമിനകത്ത് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരണ്ട, കാരണം നിങ്ങളൊരു ബുദ്ധിയുള്ളവനാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അമ്മേ, നിങ്ങൾ അറിയുമായിരിക്കും ഇതിനെപ്പറ്റി. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് 9 മിനിറ്റും 22 സെക്കൻഡാണ് സമയമുള്ളത്. കാണിക്ക് നേരെ തന്നെ ഈ ഒരു ഹോബി കംപ്ലീറ്റ് ആക്കുന്നതാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഈ ഒരു ഹോബി കംപ്ലീറ്റ് ആക്കാം. എൻ്റെ അമ്മ വിളിക്കുന്നുണ്ട്. എന്തിനാണെന്ന് നിങ്ങൾക്കറിയുമോ? അറിയുമെങ്കിൽ കമൻറ്റ് ബിലോ. ഈവൻ എപ്പോൾ എന്നെക്കാട്ടി മുന്നേ കയറിയത്, ഞാൻ മുന്നേ കയറി എന്നോടൊക്കെ കണ്ടില്ല. സ്ഥലമുണ്ടായിരുന്നു ഇതിലുണ്ടോ? ഈ മല പോലെ മൂടി വന്നിട്ട് ഇപ്പം ഞാൻ വന്നിട്ട് അത് കുറച്ച് ടഫുള്ള ഹോബിയാണ്. ഇത്രയുമല്ല, ഞാനിപ്പോൾ കംപ്ലീറ്റ് ആക്കി തരാം. എനിക്ക് കുറച്ചുകൂടെ വലിഞ്ഞ് കയറണം. ഇതാരാ? ലില്ലി സുഖമാണോ ലില്ലി? ഇന്ന് ലില്ലി ആദ്യം വെച്ചു. ഏതാടാ നിന്റെ പെറ്റാണോ ഇതൊക്കെ? ഓ, എനിക്കൊരു ഐഡിയ കിട്ടി, ഞാൻ എനിക്കിപ്പോൾ കാണിച്ചു തരാം. കാർ എൻട്രത്തിലാണ് കേസ് നമുക്ക് പൊടിക്കേണ്ടത്. ഓ ഷിറ്റ്, അവർ കുറേ അധികം ദൂരത്താണ് എന്നെ. ഞാൻ അവന്മാരെ രണ്ടെണ്ണത്തിന് തട്ടും. ആരും എന്നെ കിടന്ന് ഇത് കിടക്കേണ്ട. ഈ ഒരു ഉബി അവർക്കുള്ളതല്ല. ഞാൻ വിചാരിച്ച പോലെ തന്നെ ചാടി, പക്ഷെ ഉറച്ചിട്ടാണ് നമ്മളൊന്ന് ശ്രമിച്ചത്. ഒരു ബോംബാണ്ട് ചെയ്തല്ല. ഭാഗ്യത്തിന് എൻ്റെ ഹെൽത്ത് പോയില്ല. ദിസ് ബോംബ് ഈസ് നോട്ട് ബെറ്റർ ദാൻ ഇനഫ് ഫോർ മീ. ഞാനൊരു കാര്യം ജസ്റ്റ് ടെസ്റ്റ് ചെയ്തു. ഞാൻ വിചാരിച്ചു കേസ് അസിസ്റ്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് മടുത്ത് വിട്ടുകൊടുമാട്ടെ. മേലോട്ടേക്ക് തുടർന്നുകൊണ്ടേയിരിക്കും. നോ മോർ ഫെയിൽ. ഇവിടെ നമ്മൾ കുറച്ച് ബുദ്ധികളുണ്ട്. ഇതിന് മണ്ണിലുണ്ട് അതെടുക്കുന്നു. 0 സെക്കൻഡ് എന്ന് ഞാൻ ഈ ഗെയിമിനകത്ത് ഒരു നേരില്ല. ഇനി ആകെ ഒരു 5 മിനിറ്റ് കൂടെ ഉള്ള ഈ സാധനം. ഈ മരം ഇവിടെ നിന്ന് വെട്ടി മുറിക്കപ്പെടുകയും ഈ മരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണുന്ന മറ്റൊരു ചെറിയ മരമാണ്. ആ മരത്തിന് മേലെ ഞാൻ കുത്തിപ്പിടിച്ചിട്ടുണ്ട്. അത്ര ഉണ്ട്. അല്ല നമ്മളിപ്പോൾ സ്കൂളിലേക്ക് എത്തി. സ്കൂളിലാണ്
അങ്ങനെ കരോടല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. കരോട് ചോദിക്കില്ലേ, നമ്മൾക്ക് അതിനെ പറ്റിയിട്ട് അറിയാം. അത് കോയിൻസ് അതിട്ടാൽ നമുക്ക് ഇവിടെ ഈ കാണുന്ന നിങ്ങൾ ഈ സാധനം കണ്ടോ, ഒരു ഒന്നിൻ്റെ ഇത്ര കൊടുത്തിട്ടുള്ള അതാണ് കോയിൻസ്. ആ കോയിൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ചേറവനെ പഴശ്ശിയപ്പം മുത്തപ്പ എന്തായാലും വന്നല്ലേ, ആ ഒരു കോയിൻ എടുത്തിട്ട് തന്നെ തിരിച്ച് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കൊത്തി പിടിച്ചതിൻ്റെ മണ്ടക്കിലൊക്കെ ഇങ്ങനെ കയറി ഉണ്ടാക്കി ഉള്ളതിന് നമുക്ക് ഇവിടെ നിന്ന് എഴുതി കൊണ്ടേ തന്നെ ഞാൻ ഇവിടെ നിന്ന് കയറാൻ കിട്ടും അവിടെ. ഇതിന് 3 മിനിറ്റ് കൂടെ ഉള്ളു. അപ്പം ഞാൻ എന്തായാലും എനിക്ക് കംപ്ലീറ്റ് ആകില്ല. നമുക്ക് കുറച്ച് കോയിൻസുകൾ കൊടുത്ത് മരത്തിലൂടെയൊക്കെ ചാടി താഴത്തേക്ക് അതിനെ കളക്ട് ചെയ്യാം. അപ്പം ഞാൻ കംപ്ലീറ്റ് ആക്കാൻ നോക്കിയാൽ കൊണ്ട് കഴിയത്തില്ല, കാരണം ഞങ്ങൾക്ക് 3 മിനിറ്റ്സ് ടൈംസ് ഉള്ളൂ. സോ ദ ബെറ്റർ തിങ് ഈസ് കളക്ടിങ് കോയിൻസ്. നമ്മളിവിടെ നിന്ന് കുറേ കോയിൻസുകൾ കളക്ട് ചെയ്ത് നമുക്ക് അപ്പുറത്തേക്ക് ചാടുന്നുണ്ട്. എവിടെ നിന്ന് ചാടി അങ്ങോട്ടേക്ക് എത്തുന്നുള്ളൊരു സംശയത്തിന് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചാടി എവിടേക്ക് വിളിക്കില്ല. ഒന്ന് ചെയ്യാൻ എനിക്ക് അവിടെ കൂടെ ചാടും. അങ്ങനെ ആ കൊമ്പിനെ കട്ട് ചെയ്യാൻ മറ്റൊരു അവിടെ നമ്മളെ ഹെൽത്ത് കുറയുകയാണ് ഗൈസ്. നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. 25 പോയി കിട്ടൂല, കളി കിട്ടൂല. വീടൂടി ഓ മൈ ഗാഡ് ബ്രോ, നമുക്ക് അങ്ങോട്ട് കാണില്ല. എന്താ ഈ ഇടതൊക്കെ കൊണ്ടുവന്നാൽ വിറ്റയും അമ്മ ഞാനിതാ വരുന്നു. കോയിനും ഇനി 2 മിനിറ്റ് കൊടുക്കുന്നു. ഇതെന്താണ് നമുക്കിപ്പം എന്തെങ്കിലും ഒന്നും ചെയ്യില്ല. കയ്യിലുണ്ട് കൊടുക്കുന്ന വയ്ക്കുന്നു. അമ്മ ഡെഗ്ഗോങ്കറ്റിൻ്റെ കയ്യിൽ പോയിന്നോ. നമുക്കൊന്ന് നീറെടുക്കണ്ട് ഉണ്ടോ കണ്ടേ. കുറേ വില കൊടുത്ത് നമ്മളിത് മേടിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലിപ്പം നെയ്യാ പൈസ ഇല്ല അമ്മച്ചി, നെയ്യാ പൈസ ഇല്ല. ഐ ലൈക്ക് ടു സെൽ ദിസ്. ഹൗ മച്ച് ഈസ്? അയ്യോ അതൊക്കെ വട്ട അമ്മച്ചി ഇതാണ്ട്. ഓ മൈ ഗാഡ്, ഈ 3 ബോംബാണ് അവിടെ വയ്ക്കാൻ നിൽക്കുന്നത്. എൻ്റെ കയ്യിൽ വേറെന്താ ഉള്ളത്? ഒന്നുകൂടെ അവനോട് ചോദിച്ചോക്കാം. ഇവനിത് എന്തിൻ്റെ കടാ വരാതെ കൊല്ലാൻ ആൾക്ക് കൊലയാളി പാലമരാക്ക് കൊലയാളി. ഒരു കൊലയാളി വരുന്നുണ്ട്. ഓടിക്ക ഈ അമ്മച്ചെന്താ എൻ്റെ മുട്ടികൾ കളിക്കുന്ന മാറി അമ്മച്ചി 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 മാറി നിൽക്കുന്ന അമ്മച്ചി. സുഖല്ലേ ബ്രോ? ബ്രോൻ്റെ മേലേക്ക് എൻ്റെ പേരിലേക്ക് ഇടാൻ വേണ്ടി പോകണേ. ബ്രോ ഒന്നും തോന്നാണ്ടിരുന്നാലും നമ്മളിവിടെ നോക്ക. എനിക്ക് സ്ഥലത്തേക്ക് ചാടണം മീസ്, ചാടണം. എൻ്റെ പുകിതും ഉലത്ത് അവിടെ പോയി. കുറച്ച് പൈസ ഉണ്ടാക്കണം ഗൈസ്. എങ്ങനെ നമുക്ക് പോലെ കുറച്ച് പൈസ അവിടേക്ക് ചാടണം ഗൈസ്. ചടഞ്ഞാണ്ട ഏക വഴി ഇവിടെ നിർത്തി ചാവുകയായിരുന്നു. ഇവിടെ നിന്ന് അടിയിട്ടാവുന്നില്ല, അവിടെ നിന്ന് നോക്കി
എനിക്ക് അവിടെ പോയിട്ട് മുട്ട എടുക്കണം. ഈ നമുക്ക് ഇതിനെക്കാട്ടി വൈകി കിട്ടുന്നത് ഒറ്റ ചടം. ഓക്കെ ഗൈസ്, നിങ്ങൾ ഈ കളി കണ്ടോ? ഞാൻ ഇന്ന് പൊളിക്കും. ഒരിക്കലും പോകത്തില്ല എന്നെ കളി. അവരൊക്കെ മാസ്റ്റേഴ്സൊന്നും പ്ലേയേഴ്സ്. ഇനിയും നീ മുന്നിൽ കയറിയാൽ എൻ്റെ മുട്ട കിടക്കുന്ന വാളിന് തുടരുന്നത്. ഞാനും ഇങ്ങനെയാണ് ഇപ്പോൾ ലീഡിലുള്ളത്. This looks like some easy parkour and where we can complete this easily and easy, so we can get in this ഞാനിപ്പോഴും എൻ്റെ ഇല ഊരിയിട്ടിട്ടുണ്ട്. അവിടെ കോയിൻ നമ്മളെല്ലാം പകുതിക്ക് നമുക്ക് വലിയെത്തിയിട്ടുണ്ട്. This is not enough for me. അവിടെ ഒരു കൊലപാതകം നടന്നതായി ഞാനിപ്പോൾ കണ്ടു. അതെ, ഞാൻ അവിടെ ഒരു കൊലപാതകം കണ്ടു. ഇവിടെ 2 ലാഡറുകളുണ്ട്. ഞാൻ ഈ ലാഡറാണ് ചൂസ് ചെയ്യുന്നത്. മറ്റേ ലാഡറിൽ ബോംബുണ്ടായിരുന്നു. ഞാൻ ഈ വെറുതെ പറയുകയായിരുന്നു. അവളപ്പോൾ വേറെ ബോംബ് ആരെ പിടിച്ചിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ബോംബ് ഇപ്പം ചെയ്യാൻ കിടക്കട്ടെ. ഇന്നോട് ഞാൻ അങ്ങനെ തട്ടു. ഇവിടെ ട്രോളുണ്ടായിരുന്നു കേസ്. എല്ലാരും പിരിയ ഒരു അരത്തിൽ ന്യൂസായി കിടക്കുന്നുണ്ട്. അമ്മച്ചിന്റെ ജമ്പ് വറക്കായില്ല. ഞാൻ ചുത്ത് ബലിഞ്ഞു കയറുന്നെ കേസ്. നമ്മൾ തോറ്റു കൊടുക്കുന്നവനല്ല. അങ്ങനെ ഇനിയൊന്നും നിനക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല മോനെ മുടേശ. ഞാനിങ്ങനെ വലിഞ്ഞു കയറിക്കൊണ്ടേയിരിക്കും. അതിപ്പോൾ കഴുതിയെന്നല്ല, അങ്ങനെയായാലും ഇല്ല. ചവിട്ട് കിട്ടിച്ചതയിൽ ഇവിടെ നിന്നല്ലേ പിടിച്ചനെ കൊന്ന്. ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ വലിഞ്ഞു കയറി വന്നപ്പോൾ ഒരു നമ്മൾ അങ്ങനത്തെ വരുന്നില്ല. ഇവിടെയൊക്കെ ഞാൻ എപ്പോഴും കടന്നു പോയതാണ്. വെറുതെ കണ്ടോണേ എനിക്ക് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോളിൻ്റെ അവിടെ ആരെങ്കിലും ഉണ്ടാവും. ട്രോളിൻ്റെ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തീർന്നു. ഇവിടെ നിന്നാണ് ഞാനാണ് കൊല്ലുന്നത്. എക്സാക്റ്റ് ഇവിടെ നിന്ന്. അപ്പം അവൻ എൻ്റെ പേര് കാണാൻ കഴിയും. എങ്ങനെയാണ് ഇങ്ങനെ വീട് വീട് ചെവലാണോ ഞാൻ ജനിച്ചത്. ഹായ് മുട മുട മുട. നമ്മളിപ്പോ ചത്തു എന്നാണ് കേസ് അതിനർത്ഥം. ഞാൻ ചത്തെന്ന് എനിക്ക് ജീവിച്ചു. ഇതെന്താണ് കേസ് ഗായ്സ്, ഈ മുട ഇൻട്രാക്റ്റ് ആവുന്നില്ല. മുടക്കെന്തോ തകരാറ് പറ്റിയതാണെന്ന് എനിക്കറിയിട്ടുണ്ട്. ഞാൻ ഈ മൂഞ്ചി പോകുന്ന കാഴ്ചയാണ് കേസുണ്ട്. ആക്ച്വലി അത് ഞാൻ പിന്നീട് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് അത് എൻ്റെ എടുക്കാൻ കഴിയാത്ത കുഴപ്പമില്ല. അതെനിക്ക് എടുക്കാൻ അറിയാത്ത കുഴപ്പമില്ല. അത് ഞാൻ എവിടെയും ഇതിലൂടെയാണ് പോയിക്കൊണ്ട് കേട്ടോ. നമുക്കാണെങ്കിൽ നേരെ പോലെ എന്തോളം നമുക്ക് മുട്ട എടുക്കാൻ പറ്റത്തേ. ഒഷിയുടെ കൊതിപ്പിച്ച് കളഞ്ഞല്ലോടാ കള്ളന്മാരെ. കള്ളന്മാര് അമ്മച്ചി. ഞാനിത് എന്നിട്ട് അവിടെ കിടന്നാണെന്നുണ്ടാകുന്നു. എനിക്കവിടെ പോകണം. എന്തെങ്കിലും നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പിടിച്ചില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇതെന്താ കൈ വരാത്ത. ഓ, ഈ 25 പൈസ കൊടുക്കണം മുട്ട ഇടണമെങ്കിൽ. ഇടാൻ നിങ്ങൾ
നിങ്ങൾക്ക് ഞാൻ അവിടെ ഒരു അടിപൊളി സീൻ കാണിച്ചു തരാം. മരത്തിന് മേലെ അപ്പോൾ ഗൈസ് നീ ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഗെയിം ടെലിപ്പോർട്ടിംഗ് ആണ്. നമ്മൾ ഈ ഗെയിമിൽ നിന്ന് വേറെ ഗെയിം ടെലിപ്പോർട്ട് ആവുന്നത് ഗൈസ് ഞാൻ പറഞ്ഞല്ലേ എൻ്റെ പവറിനൊന്നും ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന്. കുറച്ച് പുട്ടസാണ്ട് നടക്കുന്നത് നമുക്ക് ഇതിനെക്കുറിച്ച് നിൽക്കാം. എണ്ണടിച്ചിട്ടാണ് അവൻ എനിക്ക് വേണം. അവനെ അടിച്ച് കാണും മെഷീനിൽ ഉണ്ടാക്കാട്ടിട്ടുണ്ട്. എപ്പോഴാണ് എവിടുന്നാണ് എന്താണ് നല്ല സാധനം വലിയത് എൻ്റെ കയ്യിൽ പാകമായിട്ടുള്ള ഇറങ്ങിന കുറച്ച് എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറേ അധികം വേണമുണ്ട്. ഓ തേടുന്നുണ്ടല്ലോ. നമുക്ക് പോയിട്ട് കുറച്ച് റാപ്പിനുള്ള കൊണ്ട് പിടിച്ചേക്കാം. ഇത് വേണം. എനിക്ക് നിന്നെ വേണം. നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഒരാളെ നമുക്ക് എടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ നിന്നെ ആരോടാ കൂട്ടാ ഇവിടെ വെച്ചേ? നീയൊക്കെ എക്സ്പെൻസീവാണ്. നമ്മളൊരു കാര്യം ഓർക്കണം. അതിൽ പൊട്ട കാണുമ്പോൾ നമ്മളെടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കച്ചത്തൊക്കെ വെക്കണം. അതാണ് കേസ്. ഇവനൊക്കെ ആരവിടെ കൊണ്ടുപോയി വെച്ചേ? വില്ല. അപ്പം അവന്മാർക്ക് എടുത്തുകൊണ്ട് കുറച്ചൊക്കെ പോകുന്നു. എൻ്റെ ഗുളിനെ കറിയില്ല. ഇതിന് ഞാൻ എടുത്തുകൊണ്ടേ ഇവിടെ വെക്കും. എന്തോ താഴെ പോകുന്നുണ്ടല്ലോ. രണ്ടെണ്ണം ഉറാങ്കുട്ടൻ പോയി. എൻ്റെ ഉറാങ്കുട്ടൻ Lionel Cactusoli. ഞാൻ 2 നീനീനെ മേടിച്ചിട്ടുണ്ട്. എൻ്റെ 2 നീനി എക്സ്പെൻസീവ് ഓടാം. എൻ്റെ ബേസ് ഇവിടെ ഞാൻ ജസ്റ്റ് ലോക്കാക്കി നമുക്ക് ബാക്കി പണിയെടുക്കാം. ഓ എനിക്ക് 2 പുലിനീനിയുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. കൊള്ളാം. മറ്റേ പുലിനീനിയും കൂടെ എടുത്തോണ്ടിട്ടോ. Grab or this and let's place your ഗൈസ് നമ്മൾ പിന്നെ ഡെലിപ്പോർട്ടായി. ഞാൻ പറഞ്ഞതിൻ്റെ കുഴപ്പം എന്തായാലും ഡെലിപ്പോർട്ട് നോക്കാം. നമുക്ക് വേണ്ടി എന്തെങ്കിലും പോയിരിക്കും. എന്തായാലും പണിയില്ല എറോറുള്ളത്. എന്താ നമ്മൾ ചെയ്യാം? ക്രേസി ഡാഡാ. ഓ മനസ്സിലായി. അടിക്കും. അതിന് ഞാൻ അടിക്കും.
കാര്യം അവിടെ എന്തോ റെഡാണ് എനിക്കിപ്പോൾ അവിടെ പോകണം. അങ്ങനെ ഞാനിപ്പോൾ കാറൊക്കെ ശരി ബ്രോ പറഞ്ഞ ഒരുത്തനെയും കാണുന്നില്ല. എന്തെല്ലാവരും ജനറേറ്റർ റെഡിയാക്കണം. ഓക്കെ സോളർ ജനറേറ്റർ റെഡിയാക്കി. ഓക്കെ ഗൈസ് നോൺ എസ്കേപ്ഡാണ്. ഞാൻ എല്ലാത്തിനും തീർത്തു. അതിലാവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3 പീപ്പിൾസ് ആയിരുന്നു ഗൈസ്. അപ്പോൾ അതിനകത്ത് ഒന്നായിരുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത് മാറ്റാം. ശേഷം ഒരു മെഡിക്കറ്റ് ആക്കാം. ഇതാണ് ഗൈസ് നല്ലത്. ചത്തായാലും മറ്റുള്ളവരുടെ കാല് വീപ്പിടിക്കണ്ട. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ അങ്ങനെ മാത്രമേ ഉള്ളൂ എസ്കേപ്പ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പേടിക്കാനായിട്ടൊന്നുമില്ല. ഈ ഗെയിമിനകത്ത് ഇപ്പം ഞാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ഗെയിമിനകത്ത് അധികം നേരം നിൽക്കുന്നില്ല. അമ്മമാരെ കണ്ടോ? ഓ ഗേസ് അങ്ങനെ പിടിച്ച കിട്ടത്തില്ല. നമുക്ക് സൂക്ഷിച്ച് കളിക്കണം കേസ്. ഓ വേറൊരുത്തനുണ്ട് പോകുന്നുണ്ടല്ല. ന്യൂ അഡ്മിഷനാണ്. അത് നല്ല കാര്യമാണ് കേസ്, നല്ല കാര്യമാണ്. എന്തെല്ലായാലും കേസ് അതിൻ്റെ അനിയത്തിയാണ് ഇപ്പോൾ വന്നത്. ഇവിടെ മെഷീൻ അമ്മ അവിടെ ഉണ്ട്. അത് റെഡിയാക്കുന്നു. നേരത്തെ വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. ആണെങ്കിലും പോന്ന ഇവിടെ വേറെ ഒന്നുണ്ട്. എന്നാണ് പിന്നെയും വിളിച്ചത്. അമ്മമാർ കമ്പനി റെഡിയാക്കി മുന്നേക്ക് കാണാൻ കുറച്ചൊന്ന് പിന്നെ ഔട്ട് ഒന്ന് പാടുണ്ട്. കാര്യം ചെയ്യാം. എന്നപ്പോൾ അവിടെയാണ് നേരെ എടുത്താണ്. വേഗം ഓ ഗൈസ് നോൺ എസ്കേപ്പ് നമ്മൾ അതായി നമുക്ക് ഇതിൽ ഒരു കളി കൂടെ നമുക്ക് കളിച്ച് വെച്ച് നോക്കാം. എൻ്റെ കയ്യിൽ മേടക്കിട്ടുണ്ടായിരുന്നു ഗൈസ്. മാടിക്കേറ്റ് പുതിയൊരു തന്നെ മേടിക്കാൻ കഴിയുമോ? വെറുതെ സംഭവം അവർക്ക് നല്ല എക്സ്പെൻസീവ് ആണ് ഗൈസ്. നമ്മൾ മരുന്ന് മേടിക്കുന്നത് എന്താകോ എന്തോ. നമ്മളെ രണ്ടുപേരും മുന്നോട്ടേക്ക്. Was the monster? Who was the monster? Against me? No. ശരി. ഓക്കെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് ആ മെഷീൻ
റെഡി ആക്കണമെന്ന് വലിയ നിർബന്ധമില്ല. സർവൈവ് ചെയ്താൽ മതി. അത്രേ ആണെങ്കിൽ അപ്പം തന്നെ എൻ്റെ തൊട്ടപ്പുറത്തുള്ള ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ വരും ചെയ്തു. ഓക്കെ കേസ് തീർന്ന് എവിടെയെങ്കിലും പോയി വിളിക്കണം കേസ്. അവൻ 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 അവ പുറത്തുകൊണ്ട് ചാടും. അവന്നിട്ട് ചാടി എൻ്റെ കാര്യം പോകാം. കണ്ടൊക്കെ ഇതിനകത്ത് കഴിക്കാനാവുക അമ്മയെ അവനായിട്ട് അവിടെ നോന്ന് പറഞ്ഞു. ഗെയിം ഓവറായി. നോ വൺ എസ്കേപ്ഡ്. ഇപ്പോൾ ഞാൻ കില്ലറാക്കി ഞാൻ അവനെ കൊല്ലാനൊന്നും പറ്റില്ല. ഞാനവിടെ ചാടി കുത്തിരിക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്, അതുപോലെ സൈസ് ഡിഫറൻസ് നിങ്ങളുണ്ടോ? ഇത് ഞാൻ എക്യൂബ്ഡ് ആക്കി ജേസ്. അത് എക്യൂബ്ഡാണ്. അല്ലെങ്കിൽ സ്പൂഡ് റൺ ഉണ്ടാവും. അങ്ങനെ ഗെയിം പിന്നെ പോയാ ഇല്ല, അങ്ങനെ പോയിട്ടില്ലല്ലോ. കാക്ക നല്ല പേര്, കാക്ക കാക്ക. ഓ പിക്കപ്പ് ചെയ്യണം. എന്നെ പിടിച്ചേ കരിക്ക് കളിയിച്ച പറയുന്നു. എന്തായാലും കളി കുറച്ച് പാടാണ്. എന്താവോ എന്തോ ഈ കളി നമുക്ക് ജയിക്കണമെങ്കിൽ. സ്പോണ്ട് ബാക്ക് പകയ 3 days 4 days ഒക്കെയാണ്. പുതിയതായിട്ട് കുറച്ച് അപ്ഡേറ്റുകളാണല്ലോ, ഒന്നും ചെയ്തിട്ടില്ല തോന്നുന്നു. കിൽ 100 സ്കോർപ്പസിൽ നമുക്ക് കാണുമെങ്കിൽ ഉണ്ടായിരിക്കും. അയ്യോ റാബിറ്റാണോ നീ? കെവിനെ അതുപോലെ തന്നെ പോലെ പടമായി. എൻ്റെത് അവിടെ അതവൻ കൊണ്ടുപോടാ. അകവല ഫ്രണ്ട്സ് അല്ലേ, അങ്ങനെയൊക്കെ പലതും സഹിക്കണം. ഡ്രോപ്പ് ചെയ്താണ് നല്ല മനസ്സ്. എനിക്ക് പിന്നെ ഡിയർ വരികയാണെങ്കിൽ പേടിക്കേണ്ട കേസ്. ഡിയർ വന്നാലും വോല് വന്നാലും എനിക്കൊന്നും പേടിക്കായില്ല. ഇതിപ്പോൾ ഈ സെർവർ പറയാണ്ട് തീരും പേടിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഡിയർ വന്നു. അപ്പോൾ എൻ്റെ ബേസിൻ്റെ ക്യാമ്പ് ഫയർ ഔട്ടായി. ഞാൻ കാണിച്ചറിയാം എന്താ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കും ഈ ട്രിക്ക് വളരെയേറെ യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ കയറുക, അതിൻ്റെ മണ്ടയ്ക്കിൽ ഞാൻ അങ്ങോട്ട് കയറിക്കുക. ശേഷം ബി സേഫ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ആകുമ്പോൾ നമ്മൾ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ആറാ നീ എൻ്റെ ഫ്രണ്ടിനെ കാട്ടുന്നോടാ, പോടാ അവിടെ നിന്ന്. ഇവിടെ ഞാൻ ജയിച്ചിരിക്കും നിനക്ക് നിൻ്റെ. ഓ എനിക്ക് ആദ്യം തന്നെ ഒരു ബൂസ്റ്റ് പേജ് എടുത്തതേ. നോ ബ്രോ, താങ്ക് യു. അവനെൻ്റെ സാധനം എടുത്തോണ്ടി, ഞാൻ അവൻ്റെ സാധനം എടുത്തോണ്ടി. പിന്നെ ഇതൊരു സർവൈവൽ ഗെയിമാണ്. ഓ അവിടെ ഒരുത്താൻ ചെസ്റ്റ് കൊടുക്കാൻ വേണ്ടി മാറി നടക്കുന്നുണ്ട്. മറ ഇപ്പാപ്പ വന്നു. ഇനി ഇപ്പാപ്പ ആദ്യം ചെസ്റ്റ് പോയി തുറക്കട്ടെ, എന്നിട്ട് മൂന്നാമ്പ വന്നു.
Oh shit, I got a good ass bro. Please give me the good ass. Please give me the good ass. Oh, I got the revolver. Oh guys, bye. It is pretty good. And I jumped down. I just sword. നമ്മുടെ എല്ലാ ബുക്കും മറിച്ചു നമുക്ക് ഒരു 2 സാധനങ്ങൾ വെച്ചിട്ടൊക്കെ ഡ്രോപ്പ് ചെയ്യണം കേസ് 1 2 3 എന്തൊക്കെയാണ് ഡ്രോപ്പ് ചെയ്തത് കേസ് നമുക്ക് എന്തായാലും ഇത് നമ്മളോട് സ്റ്റോർ ചെയ്യാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഇതുമുണ്ട് പിന്നെ അടിയിലായിട്ട് മറ്റേതുണ്ട് കൂടെ കളിക്കുന്നവന്മാർക്ക് ഒന്നും അറിയത്തില്ല മറ്റേക്കാരം വെറുതെ തമാശക്ക് കളിക്കാൻ എന്താണ് നിങ്ങളുടെ ഹാപ്പിയാണ് ചാബടാ ഓ നമുക്ക് അതിനകത്ത് ബുഷ് പറ്റി കിട്ടി ഇത് ഞാൻ കൊണ്ടുള്ള ആർക്കിലോ ഒരിക്കലും വേണമെങ്കിൽ എടുക്കാം എനിക്ക് എൻ്റെ ആവശ്യമില്ല ബൈ കൂടെ നല്ല വല്ല പ്ലേയേഴ്സും കളിക്കാണ്ടായാൽ മതിയായിരുന്നു ഇങ്ങനെ ന്യൂബുകളിലൊപ്പം കളിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവരൊക്കെ അറിയാണ്ടെടുത്താണ് ചെയ്യും അതാണ് ന്യൂബുകളിലൊപ്പം കളിക്കുമ്പോഴുള്ള പ്രശ്നം അങ്ങനെ സ്പെയർ കിട്ടി അതുകൊണ്ടെന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അത് കാണാണ്ട് എനിക്ക് ഭയങ്കര ടോർച്ചിലായിട്ട് വേണം ഗൈസ് നിങ്ങളുടെ ഹാപ്പി എന്നെ ഫോർ ദാറ്റ് നമ്മൾ ഫിഷിംഗ് റോഡിൻ്റെ അവിടേക്ക് എത്തി കാണെങ്കിൽ ഒരു ഫിഷ് റോഡ് എടുക്കാം ശേഷം നമുക്ക് ഫിഷിങ് ചെയ്യാൻ തുടങ്ങാം ഇവിടെ നമുക്ക് പണ്ടൊക്കെ മീനൊക്കെ എടുക്കാൻ പറ്റുന്നത് എന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇതുണ്ടാവത്തില്ല ഗൈസ് ഇവിടെ നിന്നാണ് മീൻ ഞാൻ വേഗം കിട്ടാം എടുത്തിട്ടുണ്ടെങ്കിലാം ഓക്കേ നമുക്കൊരു മീടി ഒന്നുകൂടെ ഉണ്ടെങ്കിലാം കിട്ടി രണ്ട് എവിടെ കിടക്കും ഞങ്ങൾക്ക് അടുത്ത മീൻ പിടിക്കാം പണ്ട് ഒരു മീൻപിടുത്തക്കാരൻ ഉണ്ടായിരുന്നു അയ്യോ പോലോടും അമ്മച്ചി ഐസ് നമ്മളിവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗെയ്സ് ഇനി അടുത്ത ചൂണ്ടപ്പോട്ടെ നമുക്കിവിടെ കുറേ മീൻ തന്നെ കണ്ട് പിടിച്ചെടുക്കാം ആ മീൻ പിടിക്കുന്നതിനിടയ്ക്ക് കടിക്കുന്നോടാ കാലമടാ അവൻ ഡീസ്പോൺ ആയിപ്പോയി ഗൈസ് അവൻ എന്നെ പേടിയായിരുന്നു ഷം പ്യൂർ അവിടെ വേറെ ചെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഞാൻ അതൊന്നും കാണത്തില്ലായിരുന്നു എൻ്റെ മൂന്ന് തട്ടിയുണ്ട് പോകും ഗൈസ് ഇന്നത്തെ കണ്ട് ഇത് വന്നിട്ടുണ്ടോ അവരാര് ചെസ്റ്റ് ഓപ്പൺ ചെയ്താൽ എന്താവും കിട്ടുക ഗൈസ് ഇൻഫോംലി ഒരാളെണ്ണം കണ്ടിരുന്നതാണ് ഗുഡ് ആക്സ് കിട്ടി നമുക്ക് ഗുഡ് സാക്ക് മേടിക്കണം ഇഷ് പറക്കെ കണ്ട് കളിയിൽ നീ കുറേ പ്ലേയേഴ്സിന് ഇടുക പ്ലേയേഴ്സില്ല കളിക്കുന്ന ആൾക്കാർ അതിലൊക്കെ തന്നെ അവർ വിളിക്കാൻ പറ്റുള്ളൂ കൂടുതലായിട്ട് നന്നായി കളിക്കുന്ന ഒരാളെ ഞാനങ്ങനെ പറയുന്നു കുട്ടന്മാരല്ലേ ഗെയ്സ് ഒന്നും ചെയ്യാറില്ല നമ്മൾ നമുക്ക് പറഞ്ഞിട്ട് കൊടുക്കാൻ സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ട് രണ്ടാണ്ടാക്കി തള്ളി കൊടുക്കുന്നു എൻ്റെ ബൂട്ട് എടുത്ത് രണ്ടാണ്ടാക്കി കൊണ്ട് കൊടുത്തു ഐ ജസ്റ്റ് ബൈ സം സ്പെയർ ഇനി അണ്ണൻ എന്താ വേണ്ടത് ഇനി അണ്ണനക്ക് വേണ്ടത് ആൽഫ ബുൾപെട്ട ഹേ യു ആർ യു ആൽപ്പക്ക ബുൾ അമ്മച്ചി എനിക്കിപ്പോൾ ആൽപ്പക്ക ബബ ബൂൾപെറ്റ് വേണം ഗൈസ് ആൽപ്പ ബൂൾപെറ്റ് എനിക്ക് നേരെ വിലയ്ക്ക് വലിഞ്ഞിരാം അങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു ഒറ്റ ചാട്ടം നേരെ ഞാൻ കാണുന്നത് ഈ കാഴ്ചയായിരുന്നു സുഹൃത്തുക്കൾ ഇതെന്നെ കൊണ്ട് സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു പണ്ടാരക്കാലം അതിൽ ആരാടാ ഗത കൊടുത്തിട്ട് ഗതൊക്കെ ബാനാടാ ഗൈസ് അമ്മയൊന്ന് വിളിച്ചതായിരുന്നു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചൊന്നുമല്ലല്ലോ 35 മിനിറ്റല്ലേ ആർക്കോ നല്ല പണി കിട്ടി എനിക്കൊരു ബാൻഡേഡ് കിട്ടിയാൽ അത് അവൻ്റെ ഭാഗ്യം എനിക്ക് വേറെ എന്തെങ്കിലുമാണ് കിട്ടുന്നുണ്ടെങ്കിൽ അവൻ്റെ നഷ്ടം പക്ഷേ എവിടെ തന്നെയല്ലേ ഞാൻ ഇപ്പോൾ തുറന്നത് ഞങ്ങൾക്ക് അങ്ങോട്ടേക്കാണ് കേസ് നമുക്ക് വലിയൊരു കൊണ്ട് എൻ്റെ ഇവിടെ ആയിട്ട് ഒരുത്തനും കൂടെ ഉണ്ട്
നമുക്കൊന്ന് അവനെ ജസ്റ്റ് ഒന്നിട്ട് അവനാരോ തട്ടി ഗൈസ്, അവനെ തുട്ടി. ഞാനും കൂടെ തുറന്നു ചോട്ടെ, എനിക്ക് എന്താ കിട്ടുക നോക്കാം. ഒരാൾക്ക് മാത്രം എന്തെങ്കിലും കൊടുത്താൽ പോലല്ലോ. ബ്രോഗിനെ കയറും സം ഗുഡ് സാക്ക്. നിനക്കാണോ ഗുഡ് സാക്കാണോ? ഈ ബൂൾപ്പിനൊന്നല്ല എനിക്ക് വേണം, എനിക്ക് ആൽഫ ബൂൾ വേണമുണ്ട്. കൂറക്കാന്മാർ അമ്മച്ചി, ഞാൻ അങ്കരിയുള്ള എന്തോ ചെയ്യും. ക്യാമ്പ് ഫയറിലോട്ടേക്ക് ഓടി വെക്കാം. അവിടെ ഒന്നുമില്ലെങ്കിൽ ഞാൻ ചത്തു. ഇല്ല ഗൈസ്, ഞാൻ ചാവത്തില്ല. ഇനി ഞാൻ ക്യാമ്പ് ഫയർ വരെ എത്തിയാൽ ഞാൻ ചാവത്തില്ല. ഷിറ്റ്, മീറ്റ് നമുക്ക് ഡ്രോപ്പ് ചെയ്യണ്ട. അമ്മമാർക്ക് നന്ദിയുണ്ട് കേട്ടോ, വെറുതെ തിന്നതില്ലെന്നോ. ബുദ്ധിയുണ്ട്, എന്ത് തിന്നണം, അപ്പടി തിന്നണം, എങ്ങനെ അടി തിന്നണം. യെസ്, നല്ല കുട്ടികൾ. ഞാനാ പറയേണ്ടത്. ഇനിയൊന്നും നല്ല കുട്ടി എന്ന് പറയാനാവില്ല. എനിക്കിനി 20 ബെഡും കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് good enough for that much. I just put it like that way, like this way. Okay guys, നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഫുഡൊക്കെ കൊണ്ടുപോകണം. ഞാൻ പോയി കുറച്ച് ഫുഡ് ഉണ്ടാക്കട്ടെ. നമ്മളിവിടെ കുറച്ച് ഫുഡുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് നമുക്കാണെങ്കിൽ ഇവിടെ ഒരുപാടധികം ഫുഡ് കിട്ടി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഫുഡുകൾ ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ഫുഡുകളുണ്ട്. ഞാൻ കുറച്ച് കഴിച്ചു. ശേഷം ബാക്കിയുള്ള ഒക്കെ സാക്കിലേക്ക് ആക്കണം. അപ്പോൾ നിങ്ങൾ കരുതും ഇതൊക്കെ ഞാൻ എന്തിനാണ് ചെയ്യുന്നത്, ഈ ഫുഡ് മൊത്തവും ഞാൻ ഒറ്റയ്ക്ക് അടിച്ച് മാറ്റി കൊണ്ടുപോകാൻ പോവുകയാണ്. അങ്ങനെയൊന്നും അല്ലേ, ഇതൊക്കെ കൊണ്ടുവന്ന് ഇതിലേക്ക് ഇടാനാണ്. എനിക്കൊന്നും നിന്നുണ്ട് പറഞ്ഞോലെ ഞാനങ്ങട്ടെ മറന്നുപോയി. നമ്മളിങ്ങനെ ഫുഡ് പിടിക്കുന്ന കാര്യം അടിച്ചുകൊണ്ടാണ് നമ്മളെ ടൂർച്ചമാനെ കിട്ടിയിട്ടെങ്കിൽ നമ്മളെ കാര്യം പോക്ക. പിന്നെ ഫൂക്സ് വരൂലേ ഗൈസ്, ഫൂക്സ് അവൻ വന്ന് നമ്മളെ അങ്ങ് തട്ടേരും. അവിടെ ഒരു വൂൾഫുണ്ട്, ഇന്നത്തോടെ അവൻ്റെ അന്ത്യം. കാട്ടുമക്കാൻ ഗൈസ്, എനിക്കൊരു ലക്കടിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്, പിന്നെ ചാവാനുള്ളൊരു ഭാഗ്യം കാണുന്നുണ്ട്. എന്തായാലും 2 കളിച്ചുകൊണ്ട് പതുക്കനെ മുന്നോട്ടേക്ക് നടക്കാം. അവിടെ ആർക്കൊക്കെ ഉണ്ടാവും പടച്ചോനെ. എൻ്റെ ബുള്ളറ്റുകളൊക്കെ തീർന്നു. ഇനി അപ്പം എന്തോ ചെയ്യും, എനിക്കാണെങ്കിൽ അവന്മാരെ കൊല്ലും. ഗൈസ് ഇവിടെ ഊഫണന്മാരുണ്ടായിരുന്നു. ഞാൻ കണ്ടവന്മാരാണെങ്കിൽ നോക്കാം. ഗൈസ് അവൻ ചത്ത്, അവനും ചത്ത്. പക്ഷെ എൻ്റെ ഹെൽത്തും കുറേ പോയി. അപ്പോൾ നമുക്കൊരു വിഷയമല്ല ഗൈസ്. നമ്മൾ പോകുമ്പോൾ അമ്മേനായിട്ട് സബ്ജക്റ്റ് നമ്മളുടെ ഡേ 1 കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇത് ഡേ 1 അല്ലല്ലോ, ഇത് നല്ല കുഴപ്പമുണ്ടാവും. അപ്പം ഞാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു എന്ന് കരുതിക്കോ. ഞാൻ ഇനിയും വരും. എനിക്ക് ആ കിഡിനെ വേണം. കിഡ്നാപ്പേഴ്സ് താങ്കളുടെ ജോലികൾ ഒരിക്കലും വിട്ടു പോകാറില്ല. മോനൊന്ന് വേണ്ട അവിടെ പല കൊടുക്കാൻ പറ്റും. ഫോക്സ് വരും. അമ്മച്ചി അണ വരുന്നുണ്ട്. അണ്ണാ പോണ കളിക്കില്ല. അണ്ണ നേരമില്ല. പോവണ്ട മാമാ. എന്നോട്ട് അണ്ണ മാമാ അണ്ണ പോ മാമാ. അറേ എന്നെ വിടമാട്ടാ ഇനി എന്നെ വിടമാട്ടാ. എന്താടാ ഇല്ല പിന്നെ പടച്ചനെ പോടാ. എന്നെ ഒന്ന് വെട്ട് നിങ്ങൾ കണ്ട ഗൈസ്, എമ്മാതിരി വെട്ടാണെന്ന് അറിയായിരുന്നു. അത് ഭയങ്കര പവർഫുള്ളായിരുന്നു ഗൈസ്.
വൈദ്യുതി പാർക്കൊക്കെ ഉണ്ട് കുളിക്കാൻ, കളിക്കാൻ. കുറേ അണ്ണന്മാരുണ്ട് ഇപ്പോൾ കളിക്കാൻ. നമ്മളാണെങ്കിൽ കിട്ടിയ സാധനങ്ങളൊക്കെ കൊണ്ടുകൊണ്ട് ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി പോകുന്നു. പിന്നെ കിട്ടിയതൊക്കെ എടുത്ത് ഡ്രോപ്പ് ചെയ്തു. നമുക്ക് ഇതൊക്കെ വേണമെന്ന് തോന്നി. നമ്മളാണെങ്കിൽ ഇവിടെ ഉള്ളതൊക്കെ ഇതൊക്കെ എടുത്ത്. പക്ഷെ നമുക്കിവിടെ ഇതിവിടെ വെക്കണം. ഞങ്ങൾക്ക് ഇങ്ങനെ ഉദ്ദേശിച്ചു. എനിക്ക് ഫുഡ് കൊണ്ട് തരുന്നു. ഡ്രോപ്പ് ചെയ്യണം എന്നാലേ എനിക്ക് കിട്ടത്തുള്ളൂ. എന്നിട്ട് കേട്ടോ നമുക്ക് നിലയിലും ഇതൊക്കെ എടുത്തിട്ട് ഇടാം. അങ്ങനെ 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 ആ 3 കുറുക്കന്മാരെ ഞാൻ കൊന്നു. എന്നൊന്നുമല്ല അതിൻ്റെ സത്യം. ഞാൻ കുറേ കുറുക്കന്മാരെ കൊന്നു. പക്ഷെ 3 അണ്ണന്മാർ മാത്രമേ എനിക്ക് ഇതൊക്കെ തന്നിട്ടുള്ളൂ. 3 നല്ല മനസ്സുള്ള വൃത്തിക്കെട്ട് കുറുക്കൻ മരിക്കൂ. ഓ ഗൈസ്, ഞാൻ എന്തെങ്കിലും ഇപ്പോൾ അവിടെ കുറച്ച് കുറുക്കന്മാരെ കൊന്നിട്ടുണ്ട്. നമുക്ക് ഇനിയും കൊല്ലണം ഗൈസ്. അങ്ങനെ വെറുതെ വിട്ടാൽ ഇങ്ങനെ വെറുതെ ഞാൻ ഇരിക്കുകയാണെങ്കിൽ കുറുക്കന്മാരെന്താ ഈ ഫുഡ് അപ്പോടാണ് ഈസ്. നമ്മളെന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നോട്ടുള്ള നമുക്ക് കുട്ടിയെ കഴിക്കാൻ പോകണം. എന്താണ് ഇപ്പോൾ അടച്ചോനെ. രാത്രി നമുക്ക് ഒരു വല്ലാത്തൊരു അറ്റാക്ക് വരുന്നുണ്ട്. അതെനിക്കൊരു അറ്റാക്കായി. ഞാൻ എന്തെങ്കിലും പോയി കുട്ടീനെ രക്ഷിക്കാണ്ട് പോകണം. ഫസ്റ്റ് ഡേസ് റെക്കോർഡ് പോയി ഏതോ ഒരാൾ മനസ്സിലായി ഗൈസ്. എനിക്ക് ഞാൻ ഈ സാപ്ലിങ്സുകൾ കൊണ്ട് കുഴിച്ചിട്ട് കളിക്കുന്നതാണ് ഞാൻ വന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വന്നത് ഈ സൈഡിൽ നിന്നാണ്. എവിടെയായിട്ടാണെന്ന് നമുക്കുള്ളത് ചെസ്റ്റ് കൊടുക്കാനുള്ളത്. പീഡിയുടെ ചെസ്റ്റ് ഞാൻ തുറന്നതാണ്. കണ്ടു പൈസ ഞാൻ ജനവാലയിലൂടെ നോക്കി. നമുക്ക് എന്താ പറഞ്ഞു 2 റേഡിയോ ഉണ്ടായിട്ട് ഒരുത്തിനും ഒന്നും എടുത്തില്ല. സോ ദാറ്റ് മീൻ ദ ഓൾ പ്ലേയേഴ്സ് ആർ വിഡീസ്. ദേ ഡോണ്ട് നോ വാട്ട് ഈസ് ദ റേഡിയോ ഒന്നിച്ച്. കുറേ അധികം മാപ്പുകൾ നമുക്ക് ഇവിടെ എക്സ്പാൻഡ് ആയിട്ടുണ്ട് കേസ്. കാരണം ഈ കുറച്ചധികം കിഡ്സിനെ റെക്കോർഡ് ചെയ്യണം. നിങ്ങളും എന്നോടൊപ്പം കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഷ്ടമാണ്. ഓക്കെ, ഇനി നമുക്ക് തുറക്കാം കേസ്. എന്താണ് കിട്ടുക നോക്കാം. ഒരു മെഡിഗിരി തരണം. മെഡിഗിരി ഒന്നുമില്ല, പക്ഷെ നല്ല സാധനമാണ്. അങ്ങനെ എന്തെങ്കിലും വല്ല നല്ല നല്ല കാര്യങ്ങളും ചെയ്തു. അതെന്താ അവിടെ ഒന്ന് അവിടെ പോയി കാണണമല്ലോ. അപ്പോൾ ഗൈസ്, എൻ്റെ ഈ ഒരു ട്രിപ്പ് ഞാൻ സ്ക്രാപ്പുകൾക്കായി കൊടുക്കാൻ പോവുകയാണ്. കുറച്ചധികം നല്ല നല്ല സ്ക്രാപ്പുകളോ കാണുന്നുണ്ട്. എനിക്ക് ഇവിടെ എവിടെ അടുത്ത് എന്തായിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇല്ലേ മിലിറ്ററി ബേസ് ഉണ്ട്. ഇവിടെ വേറെ ആർമറുണ്ട്. ഇവിടെ മെഡിക്കറ്റ് കിട്ടി. അത് നമുക്ക് എടുക്കാം. അനന്തർ റേഡിയോ അതുകൊണ്ട് ഞാൻ സ്റ്റോർ ചെയ്തു. എൻ്റെ കയ്യിൽ 5 സാധനമുണ്ട്. ഗൈസ്, അമ്മ വന്നതാണ്. ഗൈസ്, അമ്മ വന്നിട്ട് എന്നെ കുറച്ച് ചീറ്റൊക്കെ പറഞ്ഞു. അപ്പോഴായിരുന്നു ഈ കാലമാട ആ തക്ക നോക്കിയിട്ട് എൻ്റെ അടുത്തേക്കുന്നത്. നിനക്ക് ആൾ മാറിയടാ പടച്ചോനെ. എനിക്കാൾ മാറി. എനിക്ക് ആളെ മാറിയത്. എനിക്ക് സ്ഥലവേ മാറി. ചേട്ടായി ഞാൻ പോവാ. ഞാൻ ഇനി നിങ്ങളെ ബൗണ്ടറിക്ക് വരത്തേ ഇല്ല എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ കരുതിയെങ്കിൽ അത് നിങ്ങളെ വെറൊരു വിടുതരാം. ഞാൻ വരും. ഇനിയവേ ഞാൻ വരും. എനിക്ക് ആ ബങ്കർ തുറക്കാണ്ട് പോകാൻ പറ്റിയല്ലടമ്മനെ. ഇതെനിക്ക് തുറക്കണം. ഇതിനകത്തൊരു റിവോൾവർ കിടക്കുന്നുണ്ട്. കഥ വേണ്ട. ഇവിടെ എല്ലാ ആമൂസും വേണം. റിവോൾവറല്ല, വെറുതെ എടുത്ത് കൊണ്ടുപോകണോ? പടച്ചോനെ ഫ്ലാഷ് ലൈറ്റ് ആയിക്കോ. സ്കിപ്പ് ഉറ അമ്മമാർ ഇങ്ങനെയാണ് കേസ്. നമ്മളെ കില്ലെടുക്കാൻ യൂസ് ചെയ്യുന്ന ട്രിക്ക് ഇതാണ് കേസ്. നമ്മളവന്മാർ എന്തെങ്കിലുമൊക്കെ ഒരു പരസ്യം കൊണ്ട് തിരിപ്പിക്കും. കാരണം ചെസ്റ്റ് ഒന്നുകൊണ്ട് ഓപ്പൺ ചെയ്യായിരുന്നു. ഫയർ ക്യാമ്പിന് ദൂരത്താണല്ലോ എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ എത്താണ്ട് കേസ് ഡിയർ കുനിഞ്ഞ് പോകണം. ആർക്കെങ്കിലും ആർമർ വേണം. അവിടേക്ക് ഇത് കൊണ്ടുവന്നേ. ഇവിടെ ഞാനുള്ളപ്പോൾ എൻ്റെ ആൾക്കാർക്ക് നീ അടിച്ചോടാ. ചാവടാ നീ ആരെ തപ്പി പോടാ. നീ ചാവടാ മോനെ. ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ക്യാമ്പിൽ കയറി കളിക്കാൻ മാത്രം അതായി ഓരിക്കോ. ഇനി നമ്മളുടെ കയ്യിലുള്ള കുറച്ചധികം സ്കൂപ്പും നല്ലതിന് അല്ലെങ്കിൽ നമ്മളുണ്ടായിരുന്ന എല്ലാ സ്കൂപ്പുകളും നമ്മളോട് കൊണ്ട് ഡ്രോപ്പ് ചെയ്തത്. പക്ഷെ ഒരു ബെഡ് ഉണ്ടാക്കിയിട്ട മണ്ടന്മാർക്ക് അതിനെ പറ്റിയിട്ട് പോലും അറിയത്തില്ലേ. ബെഡ് ഉണ്ടാക്കാൻ പോലും അറിയത്തില്ല മണ്ടന്മാർക്ക്. ബെഡ് ഉണ്ടെങ്കിൽ കട്ടിലെ ബാക്കിൽ ഉണ്ടാക്കി വെക്കണം കൂടി അറിയില്ല മണ്ടന്മാർക്ക്.
ആ പെർഫെക്റ്റ്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ട 20 വുഡ്സ് ആണ് ഗൈസ്. 20 വുഡ്സ്. ഇനിയിപ്പോൾ നമുക്ക് ഇതുണ്ടാക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ലൂസ്ലെസ് ആണ് വേണം. അതുകൊണ്ട് തന്നെ ഞാൻ കരുതിയത് എനിക്കൊരു ഫിഷ് റോഡ് അവിടെ നമ്മുടെ മരം ഗ്രാൻഡായാൽ ഞാൻ ഒരിക്കലും കാത്തു നിൽക്കാറില്ല. മരങ്ങൾ ഇനിയും ഒരിക്കലും കാത്തു നിൽക്കാറില്ല. അതുകൊണ്ട് ഞാനവിടെ ഉണ്ടായിരുന്നില്ല. മരം ഞാൻ കെട്ടിയിടാൻ പോവുകയാണ്. ഇനി കിടപ്പിന് ലൂസാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവൻ്റെ കുതി പിന്നെ ഏതോ ഗതി അല്ല. ആണെങ്കിൽ ഇവിടെ നിന്ന് ഇതൊക്കെ എടുത്തിട്ട് സ്റ്റോർ ചെയ്യാൻ കേസ്. ഓ മൈ ഗാഡ്, ദ പുട്രൈഡർ ഹാസ് ബീൻ കംഡ്. നമുക്ക് പോരെ മനുഷ്യനൊക്കെ ഒന്നാ കൊടുത്ത് പടച്ചോനെ. ഫുഡ് തന്നു. ഇങ്ങനെ ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കി വെച്ച കാര്യമല്ല. എനിക്ക് ഇവിടെയുള്ളമാരൊക്കെ കൂടെ ഒന്ന് വെട്ടി വിഴുങ്ങാൻ, അവന്മാർക്ക് വെട്ടി വിഴുങ്ങാനേ അറിയത്തുള്ളൂ, ഒന്നും ഉണ്ടാക്കാനാണ് അറിയത്തില്ല. മാത്രമല്ല ഒരു കുട്ടീനെ രക്ഷിക്കാൻ പോകുമ്പോൾ കൂടി അവന്മാരെ എന്നെ എടുക്കല്ല. ക്രേസ് അത് നിങ്ങളുടെ എത്ര വിഷമമുള്ളതല്ല. ഇതിൽ 18 ബുള്ളറ്റുകളുണ്ട്. ഓക്കെ ഗൈസ്, എനിക്ക് തോന്നുന്നത് നമുക്ക് അതിനകത്തിപ്പോൾ കുറേ ചെസ്റ്റുകൾ നോക്കാണ്ട് ഗൈസ്. ഈ ജസ്റ്റ് ഈ വാച്ച് ടവറിലുണ്ട്, പിന്നെ അവിടെ ഉണ്ട്. സോ ഞാൻ ആദ്യം വരുന്നത് നമുക്ക് ഈ കോൾ കളത്തുള്ള ഇത് നോക്കണം. കോൾ കളിട്ടി മഴ നഞ്ഞ് ഇങ്ങനെ കോളുകളൊക്കെ നഞ്ഞാൽ നമ്മളുടെ കോളുകളൊക്കെ ചീത്തയാകും, അഴുക്കാകും നമ്മുടെ കോളുകളൊക്കെ. അത് നമ്മളിവിടെ ഇത് നോക്കുന്നുണ്ട്. വേണം ആർമർ. നമുക്ക് നമ്മളെ ബേസിലുള്ളവന്മാർക്ക് കൊടുക്കാം. ഇതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കുറ്റമൊന്നുമില്ല. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. തുറക്കടാ, ഞാൻ ഞങ്ങളുടെ വലിഞ്ഞു കയറട്ടെ. ഒരു ശല്യം വലിഞ്ഞു കയറി വന്നതാണ്. ആരും കാര്യമാക്കേണ്ട, അതിൻ്റെ അനിയത്തിയാണ്. അവളുടെ മലയാളം മ്യൂട്ട് കാണാനില്ല. ഈ വീഡിയോ ആണ് ഗൈസ് നമ്മുടെ മേലെ വെച്ച് ഏറ്റവും വലിയ ലോങ്സ്റ്റ് വീഡിയോ എന്ന് ഞാൻ പറയുന്നു ഗൈസ്. കാരണം എനിക്ക് എല്ലാ കിഡ്സിനും ഇഷ്ടം. കുറേ അധികം കുണറുകൾ കാണാണ്ട് ഗൈസ്. കുണറുകൾ നമ്മളാണെങ്കിൽ അവിടെ ഓടി കണ്ടില്ല എല്ലാ കുണർ. I think I haven't seen something good. ഇവിടെ അവന്മാരുണ്ടാവുണ്ട്. അമ്മ ഇതൊക്കെ ഏതാ സ്ഥലം? ഞാൻ ഇപ്പോൾ ഔട്ട് ഓഫ് ബൗണ്ടറിയിലാണ് കേസ്. ഇവിടേക്കൊക്കെ നമ്മുടെ ചങ്ങായപ്പന്മാർ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇതിനെയല്ല കൊല്ലണ്ടേ. ഓ ഗൈസ്, ഇതിനെ കൊന്നിച്ച് നമുക്കൊന്നും കിട്ടത്തില്ലെന്ന് തോന്നുന്നത്. ഞാനിത് ഒരെണ്ണം കൊന്നു, ഇത് അടുത്തേനും കൊല്ലാം ഗൈസ്. ഒരു ശല്യം. അപ്പോൾ ഗൈസ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ടുണ്ട് വൈൻഡ് അപ്പ് ചെയ്യാനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കുറേ ശ്രദ്ധമേ ഇവിടെ തന്നെ സംരക്ഷിച്ചാൽ മതിയായിരുന്നു. എനിക്കത് തന്നെ സംരക്ഷിക്കുന്നില്ല. മരം റിയലാണോ? ഓ മൈ ഗാഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കാണാൻ കഴിയും. അയ്യോ, ഞാനെൻ്റെ അല്ല ഗൈസ്, ഞാനെൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടു. എന്തോ എന്നെ നോക്കുന്നുണ്ട് അല്ലേ ഗൈസ്? അതെ ഗൈസ്, ഇവിടെ ഒരുമാതിരി ഇരുടൻ. ആരെയും ഇപ്പോൾ അവിടെ ഉണ്ടോ? ഒരു അമ്മേ, 3 ആൾക്കാരും നമ്മുടെ അവിടെ നിന്ന് പടച്ചറ വെടിയാണെന്ന് ഇടയിൽ എത്തും. എന്നൊന്നും ചെയ്യാണ്ടിരുന്ന മതിയായിരുന്നു. ഇവിടെ നിൽക്കാൻ കേസാണ് കുറച്ചുകൂടെ ചെയ്തത്. ഞാൻ നേരത്തെ മുറ്റക്കൂട്ടിൽ നമ്മളാ ഇറങ്ങി നിൽക്കാൻ കൊടുത്തുന്നതാണ്. ഡിയർ റാബിറ്റിനെ കാട്ടുമെന്ന് എനിക്ക് മനസ്സിലായി കേസ്. ഡിയർ വിൽ ഉപദ്രവിക്കൽ ദ ഓൾ റാബിറ്റ്സ്. ഈ ഡിയർ എന്നിട്ട് എൻ്റെ മുട്ടിൽ നിൽക്കുന്നത്. പോടിയറേ പോന്ന് എൻ്റെ ഡിയർ. പോടിയറേ പോടി. ക്യാമ്പ് ഫയറിലേക്കായിട്ട് അങ്ങനെ കിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ പുതിയതായിട്ടൊരു ബെഡും കൂടെ ക്രാഫ്റ്റ് ചെയ്തു. ഒന്നും നോക്കിയില്ല.
ഒക്കെ ഞാനത് കൊണ്ടുപോയി പോയി ചേച്ചി എൻ്റെ ഫുഡൊക്കെ തീരാനായി. ഞാൻ ചാവും ഞാൻ ചാവാൻ പാടില്ല. കാരണം ഈ സർവർ നമുക്ക് ഒരുപാടധികം വേഗം കൊണ്ടെടുക്കാണ്ട് കുക്ക് ചെയ്ത് കഴിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ പുക തീരും. ചേച്ചി എനിക്ക് കുറച്ച് ചൂടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇവിടെയൊക്കെ അവന്മാർ കുറേ സാപ്ലിങ്സുകളൊക്കെ വെട്ടിയിട്ടുണ്ട്. അവന്മാർക്ക് അതെന്താ ചെയ്യേണ്ടതെന്ന് മര്യാദ ആരാച്ചില്ല. ഞാൻ കാര്യം ഞാൻ എടുക്കുന്നു. ബുസുകളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. സ്റ്റോർ ചെയ്തു ഒരു കേസ് നമുക്കാണെങ്കിൽ ഇവിടെ കുറേ അധികം ഗ്രാബ് സോഴ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. കണിക്ക് ഇതൊക്കെ കൂടെ എടുത്തിട്ടുണ്ട് തിന്ന് കളഞ്ഞേക്കാം. നോക്കണ കേസ്. ഓക്കെ കേസ് ഒരുത്തൻ റിവൈവ് ഇനിയിപ്പോൾ അവനും കൂടെ പോയി രക്ഷിക്കണം. എനിക്ക് വയ്യ. ഇത്രയും നൂബിളുടെ പണയാ കളിക്കുന്നത്. സാപ്ലൻസ് എന്താണെന്ന് കൂടി അറിയാത്തമാതിരി ഓടിയൊരുമാക്കാൻ മതി. എന്തായാലും ടോർച്ചില്ലെന്ന് പോ. ശല്യം ചെയ്യാനോട് ഒഴിഞ്ഞു തന്നിരിക്കും. കേസ് ഞാൻ അതും കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ഏതാണ്ട് എല്ലാം ആയിട്ടുണ്ട് അല്ലേ? അതെ എന്നാണ് ഗൈസ് എൻ്റെ ഒരു നിഗമ്പനം ഗൈസ്. ഞാൻ വിളിച്ചിട്ടാണ്